അല്ല നടന്ന് ഡീറ്റെയിൽ ആയി തന്നെ എഴുതിക്കോ. ആ വക്കീൽ രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കരുത്. ഈ നിരപരാധിയെ ചൂണ്ടിക്കാണിച്ച് പ്രതിയാക്കിയത് നീ അല്ലടാ റാസ്കൾ. നിരപരാധിയാണോ അല്ലയോ ഒന്ന് കോടതി തീരുമാനിക്കും. ഞാനൊരു വക്കീലാണ്. നീ ഏത് മൈസായിട്ടാണെങ്കിൽ എനിക്ക് എന്താ അപ്പോ. താങ്ക് യു. നീ എങ്ങട്ടാടാ? നീ പോ. എന്നാ പരിപാടിയാ സാറേ കാണിച്ചത്? എനിക്ക് കിട്ടിയതിന്റെ ഒരു പാതിയെങ്കിലും ആണ്ട് അവന് കൊടുക്കണേ. കറക്റ്റ്. ഹാപ്പി? ഹാപ്പിയാ. ഒന്നുമില്ലെങ്കിൽ ഇനി മുതൽ എന്റെ സ്വഭാവം മാറ്റാ, അല്ലെങ്കിൽ രൂപം മാറ്റാ. നീ കാരണം ഇനി എന്റെ ഭാവി അളിയൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇടിച്ചു കൂമ്പ് കലക്കും ഞാൻ. ഇനി എന്നാ കലക്കാനാ? ഇതോടോ ആണ്ടെ നല്ല ഇടിയായിരുന്നു കേട്ടോ. സോറി. ഹലോ. അനുപമ. എന്നോടാകെ ദേഷ്യായല്ലേ? ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ കുറെ നുണകൾ പറഞ്ഞു. അതൊക്കെ ഒരിക്കലും കാണാത്ത ചന്ദ്രസേനെ ബാധിക്കൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളുടെ മനസ്സ് വളരെ വലുതാ. അതാ എന്നെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനുള്ള സന്മനസ്സുണ്ടായത്. എന്നെ ഹരാസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നിങ്ങളോട് വെറുപ്പും ദേഷ്യമായിരുന്നു. ഇപ്പോ ആരൊക്കെയോ ആണെന്ന് തോന്നൽ. നേരാ, എനിക്കും ഏതാണ്ടൊക്കെ തോന്നി തുടങ്ങി. എന്റെ മനസ്സിലിപ്പോ എയർ ഹോസ്റ്റസും മോഡേൺ ലൈഫും ഒന്നുമില്ല. ഒന്നിച്ചൊരു ജീവിതം മാത്രം. അനുപമ, ഐ ലവ് യു. ഞാൻ പോണു. ഓക്കേ, ബൈ. ബൈ. ഇനി ഒരു യുഗ്മഗാനം. നല്ല ശേല് തന്നെ. വിജി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? എനിക്ക് കേൾക്കണമെന്നില്ല. എന്താ വിജി? ഞാൻ അപരാധിയാ. അപരാധിയാണെന്ന് എനിക്കറിയാം. അയ്യോ, ഞാൻ നിരപരാധിയാന്നാ പറഞ്ഞത്. വെക്കില് നേരം വിഴുങ്ങിപ്പോയതാ. എന്നെ വിശ്വസിക്കണം. എനിക്കും ആ പെണ്ണുമായിട്ട് ഒരു ബന്ധവുമില്ല. നിനക്കെന്താ വേണ്ടത്? എല്ലാം ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞും ഇല്ലാതെ ഞാൻ പോവില്ല. അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. മറ്റൊരുത്തേയും കൊണ്ട് പുന്നാരിച്ച് നടക്കുമ്പോൾ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നടാ ഈ ഭാര്യയും കുഞ്ഞിനെയും കുറിച്ച്? അച്ഛൻ ഇയാളുടെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാണ്ട് വക്കീലിനെ കണ്ട് ഡൈവേഴ്സ് പേപ്പേഴ്സ് ഫോർവേഡ് ചെയ്യും. പോടാ വെളിയിലെ. അച്ഛാ, പോകാനാ പറഞ്ഞത്? എന്റെ നിന്നോടാ പോകാൻ പറഞ്ഞത്. കാശ് കൊടുത്ത നിന്നേക്കാൾ നല്ലൊരു ബന്ധത്തിന്റെ മോക്കുണ്ടാക്കാൻ എനിക്ക് കഴിയും. എന്നാലും എന്നാ സംശയാ മോളേത്? ഈ മുഖത്തല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കുകയല്ല. സോറി, അന്ന് ഞാനങ്ങ് ശരിക്കും വിശ്വസിച്ചു പോയി. എങ്കിലാ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കേ. ലാണ്ടിങ്ങാട് ഉറം തന്നെ. അപ്പുറത്തെല്ലാരും മനസ്സമ്മതം ഉറപ്പിക്കാൻ കാത്തിരിക്കുക. നമ്മുടെ സണ്ണിച്ചന്റെ ചായയുള്ള ആ കാലവടലിൽ ഇദ്ദേഹം കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കത്തില്ലായിരുന്നു. അവനിട്ട് ശരിക്കും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. കയ്യും കാലും ഒക്കെ എടുത്ത് സാറ് എന്നാ ഇടിയായിരുന്നു എന്നറിയാമോ? അത് തനിക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ. എന്തൊക്കെയായാലും ചേരേണ്ടവർ തമ്മിലേ ചേരൂന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോ വരുന്ന ഞായറാഴ്ച മനസ്സമ്മതം നടത്താം. 10-ാം തീയതി കല്യാണം. ഞങ്ങള് റെഡി. ആ തെമ്മാടി ചന്ദ്രസേനം കാരണ തന്റെ ലൈഫ് ക്ലിയർ ആയത്. ഹലോ, പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ. ആരാ? ചന്ദ്രസേന, ചന്ദ്രസേവിയർ ഫ്രണ്ടാ. കാറ്റും കോളും ഒക്കെ പോയടാവേ. എന്റെ മനസ്സമ്മതം ഫിക്സ് ചെയ്തോണ്ടിരിക്കുക. വാവ്, കൺഗ്രാജുലേഷൻസ്. പിന്നെ
എന്നോട് മേനോമടത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക അനുപമയുടെ കാര്യത്തിന്. അപ്പൊ തിരിച്ചു ഒരു കൺഗ്രാചുലേഷൻസ് ഉണ്ട് കേട്ടോ. വിട്ടുകളയണ്ട. പക്ഷെ ഞാൻ പോണത് കല്യാണം ആലോചിക്കാനൊന്നുമല്ലല്ലോ. ചെയ്ത ദ്രോഹത്തിന് അവൾക്കിട്ടൊരു കൊട്ടു കൊടുത്തില്ലേ, പിന്നെ ഞാൻ ഈ മീശയും പിരിച്ചു കിടന്നിട്ട് എന്താണ് കാര്യം? നാട്ടിൽ ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് അറിഞ്ഞ തിരക്കില്ലായിരുന്നു. ഹലോ, പറയണം. ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു, ഇനി എനിക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല എന്ന്. ആ, നന്നായി. ആദ്യം എതിർത്തെങ്കിലും മുത്തശ്ശൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. ആ, അത് വളരെ നന്നായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഐ എം സോ ഹാപ്പി. എന്നാലേ മോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ആവണ്ട. ഈ ഉലകം മുഴുവൻ സ്വന്തം ഉള്ളം കയ്യിലാണെന്ന് അഹങ്കരിച്ച അതിസാമർത്ഥ്യക്കാരിയായ അനുപമയും ഞാനും തമ്മിലുള്ള കല്യാണം എനിക്ക് സൗകര്യമില്ല. സേനൻ? അതെ, സേനൻ തന്നെ. നീ വേറെ ആളെ നോക്ക്. എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് സേനൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നുണ പറയരുത്. നോണ പറയുന്ന ശീലം എനിക്കില്ല, പക്ഷെ നിനക്കുണ്ട്. നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല. നല്ലോണം അറിയാം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് ആരുടെയും ജീവിതം നശിപ്പിക്കാൻ മടിയും മനസാക്ഷിയും ഇല്ലാത്ത ഒരു യക്ഷി. ഇനി ഈ കാര്യം പറഞ്ഞ് മേലിൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. മിസ്റ്റർ ചന്ദ്രസേനൻ, എന്നെ തോൽപ്പിച്ചൊന്നും കരുതണ്ട. ഞാനല്ലാതെ ഒരു ലൈഫ് പാർട്ട്ണർ നിങ്ങൾക്കുണ്ടാവില്ല. നോക്കിക്കോ. നമുക്ക് കാണാം. ആ പൂതിങ്ങ മനസ്സിൽ വെച്ചേക്ക് മോളെ. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തു പറ്റും മോളെ? ഏയ്, പേടിക്കാനൊന്നുമില്ല. പട്ടി പുല്ല് നിന്നാലും ഇതുപോലൊക്കെ ഉണ്ടാവും. ആയുർവേദത്തിൽ ഒരു ഒറ്റമൂലിയുണ്ട്. ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ. മിക്സ് ചെയ്യണ്ട, ആ അസുഖം ഞാൻ കണ്ടുപിടിച്ചു. ഓ, ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഞാനും കണ്ടുപിടിച്ചു. എന്താ? ഗ്യാസ്. ഗ്യാസ്? എന്താടി അവൾക്ക്? ഗർഭം. ഗർഭോ? നിന്റെ അമ്മയ്ക്ക്. എക്സ്റേ എടുത്തിരുന്നെങ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് അറിയായിരുന്നു. അവളോട് ഇപ്പൊ തന്നെ 2 വാക്ക് പറഞ്ഞിട്ട് എന്റെ കാര്യം. വാടാ. അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. എടി ഒരുമ്പിട്ടോളെ, നീ കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലോടി. നീ ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തില്ലേ? നിന്ന് മോങ്ങാതെ ആളാരാണെന്ന് പറ. അതവള് പറഞ്ഞല്ലേ, ആ ചന്ദ്രസേനൻ. അല്ലാതാരാ? ഇട്ടുമൂടാൻ സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം? അഭിമാനം പോയില്ലേ? സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട. അതൊക്കെ നിങ്ങൾ പങ്കിട്ടെടുത്തോളൂ. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നാ മതി. മോളെ, നിന്നെ ഞങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞങ്ങൾ എപ്പോഴും മോളുടെ കൂടെ നിൽക്കും. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഒരു അച്ഛൻ വേണം. സേനന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവനെ കൊന്നിട്ടായാലും നിന്നെ കൊണ്ട് കെട്ടി. ശവത്തിന് ആരെങ്കിലും കെട്ടുവോ? ചേട്ടാ, കല്യാണത്തിന് മുമ്പ് നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. അത് വേണം. കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന എഗ്രിമെന്റ് ആണോ? നിനക്ക് വിവരമില്ലേ? ഇത് സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യമാ. എന്തായാലും മേനോമഠത്തിൽ തന്തയില്ലാത്ത കുഞ്ഞ് ജനിക്കാൻ പാടില്ല. നമുക്കവനെ ഇന്ന് തന്നെ കാണണം. എന്നാ അറിയാമ ചേട്ടത്തി, ഇട്ടിച്ചായം വന്നില്ലായോ? പള്ളിയിലെത്തും. എന്നതാടാ ഇത്? നീ ഇതുവരെ ഒരുങ്ങിയില്ലയോ? ആളുകളൊക്കെ എത്തി തുടങ്ങി. ആണ്ടെ അമ്മച്ചി, കടുപ്പത്തിലൊരു ചായയും കൊണ്ട്. ഇപ്പൊ തരാവേ. നമസ്കാരം. ഓ, നീ ഇതിനിടയ്ക്ക് എവിടെ പോയിരുന്നു? ആശുപത്രിയില്. എന്താ, സുഖമില്ലേ? മൂത്രത്തിക്കല്ല. എന്താ പുതുമണവാളിന്റെ മുഖത്തൊരു പരിഭ്രമം? ആഹാ, അപ്പോഴേക്കും നീ ഡ്രസ് മാറിയോ? ഇതാ ചായ. ഞാൻ ചായ കുടിക്കാറില്ല. ഇപ്പഴല്ലേടാ നീ ചോദിച്ചേ? ദിവസം 10 ചായെങ്കിലും കുടിക്കുന്ന ചെറുക്കനാ. ഇതാ പിടിക്കേ. എന്നത്തിനാടാ കണ്ണടാ? പവർ ഗ്ലാസ്സാ. ഓ, ഇത് വെച്ചിട്ട് വലിയ പവർ ഒന്നുമില്ല. ചെറുക്കൻ പൊട്ടക്കണ്ണനാണെന്ന് വല്ലവരും വിചാരിക്കും. ചെല്ല് ചെല്ല്. വേഗം വാ, ആരും കാണണ്ട.
എന്നെ കണ്ടപ്പോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത് പോലെ. അതുണ്ടാവും. നമ്മള് മുരട്ടകൾ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. മുരട്ടകളാ? ഇരട്ടാന്ന് പറഞ്ഞ 2, മുരട്ടാന്ന് പറഞ്ഞ 3. അല്ല, നിനക്കെന്തൊരു വല്ലായ്മ? എന്നാ പറ്റി? ദാ ഇത് കണ്ടോ, മകളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്നു പറഞ്ഞ് അമ്മായിച്ചൻ എനിക്ക് അയച്ച ഡൈവേഴ്സ് നോട്ടീസാ. എനിക്ക് എന്റെ ഭാര്യയെ കുഞ്ഞിനെയും പിരിഞ്ഞിരിക്കാൻ വയ്യ. ഡോക്ടർ എന്നാത്തിനാ വിഷമിക്കുന്നേ? ആ അനുപമ വന്ന് ഡോക്ടറെ പെണ്ണുമ്പള്ളിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എല്ലാം ശരിയാവത്തില്ലയോ? അതിന് ഞാൻ ചന്ദ്രസേന്റെ വേഷത്തിൽ അങ്ങാടൊന്ന് പോകേണ്ടി വരും. എങ്കിൽ ഞാനും വരാം. പ്ലീസ് അനുപമ, എനിക്ക് ഒന്ന് കാണണം. അത് ഇന്ന് നടക്കുകയല്ല, 3 മണിക്ക് എന്റെ മനസ്സമ്മതമാ. അത് 3 മണിക്കല്ലേ? കേസ് നാളെ കാലത്ത് കോടതിയിലെത്തും. അതിനു മുമ്പ് എനിക്ക് വേണ്ടി എവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം. അതിന് ഡോക്ടർക്ക് വിക്കില്ലേ? സംസാരിക്കാതിരുന്ന വിക്കില്ല. ഞാൻ പോയിട്ട് വരുന്നവരെ മിണ്ടാതിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തോളണം.